സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിലും വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുകയാണ്. തുറമുഖം മെയ്യിൽ നിർമ്മാണം പൂർത്തിയാക്കി ഡിസംബറിൽ പ്രവർത്തന സജ്ജമാക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. ഇതിനു കൂടി വേണ്ടിയാണ് തുറമുഖ വകുപ്പ് CPM ഏറ്റെടുത്തതും മന്ത്രി VN വാസവനെ വകുപ്പ് ഏൽപ്പിച്ചതും ഇക്കാരണത്താലാണ്. എന്നാൽ പണമില്ലാത്തത് തുറമുഖ നിർമ്മാണത്തിന് പ്രതിസന്ധിയാവുകയാണ്. നിർമ്മാണത്തിന് അദാനി ഗ്രൂപ്പിന് നൽകാനുള്ള തുക കണ്ടെത്താൻ സർക്കാരിന് കഴിയാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. സർക്കാർ നൽകാനുള്ള പണം ലഭിച്ചില്ലെങ്കിൽ അടുത്ത ഘട്ട നിർമ്മാണങ്ങളെ ബാധിക്കുമെന്നാണ് അദാനി ഗ്രൂപ്പ് നൽകുന്ന സൂചന. നിർമ്മാണ ചെലവിനായി 1200 കോടി അടിയന്തരമായി നൽകണമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ ആവശ്യം. പൂർത്തിയാക്കിയ നിർമ്മാണത്തിന് തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പ് സർക്കാരിന് കത്തയച്ചിരുന്നു. പണം ലഭിക്കാത്ത പക്ഷം നിർമ്മാണം നിലയ്ക്കാൻ സാധ്യതയേറെയാണെന്നാണ് അദാനി ഗ്രൂപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. തുറമുഖ മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലും അദാനി ഗ്രൂപ്പുമായി നല്ല ബന്ധത്തിലായിരുന്നു. ഇത് പദ്ധതിയുടെ സുഗമമായ മുന്നോട്ട് പോക്കിനും ഗുണകരമായി. എന്നാൽ ദേവർകോവിൽ രാജിവെച്ച് പുതിയ മന്ത്രിയായി കടന്നപ്പള്ളി രാമചന്ദ്രൻ എത്തി. എന്നാൽ കടന്നപ്പള്ളിക്ക് തുറമുഖം നൽകിയതുമില്ല. പകരം CPM ഏറ്റെടുത്ത് വാസവനെ ഈ ചുമതല ഏൽപ്പിച്ചു. ഇതോടെ തുറമുഖ നിയന്ത്രണം പാളുകയായിരുന്നുവെന്നും വിലയിരുത്തലുണ്ട്. ഏതായാലും പണം കൊടുത്തില്ലെങ്കിൽ അദാനി പണി നിർത്തുവാനും സാധ്യതയേറെയാണ്. അടുത്ത കേരള ബജറ്റിൽ അദാനിക്കുള്ള തുക ധനമന്ത്രി ബാലഗോപാൽ നീക്കിവെക്കുമോ എന്നും ചർച്ചകളിലുണ്ട്. അങ്ങനെ ചെയ്താൽ പണം അദാനിക്ക് നൽകി യഥാസമയം പണി പൂർത്തിയാക്കാൻ കഴിയുമെന്നതാണ് വസ്തുത. കരാർ പ്രകാരം 2900 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് ചെലവാക്കേണ്ടത്. എന്നാൽ ഇതുവരെ മാത്രം 4000 കോടി രൂപയേറെ പദ്ധതിക്കായി അദാനി ഗ്രൂപ്പ് ചെലവാക്കി. ക്രെയിൻ, കല്ല്, നിർമ്മാണക്കാർ തുടങ്ങിയ വകയിൽ പല ഏജൻസികൾക്കും അദാനി ഗ്രൂപ്പ് തുക നൽകാനുണ്ട്. ക്രെയിനുകൾക്ക് മാത്രം 1600 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് ചെലവഴിച്ചത്. സർക്കാർ അടിയന്തരമായി പണം നൽകിയാലേ നിർമ്മാണം ഇനി മുന്നോട്ട് പോകൂ എന്നാണ് അദാനി ഗ്രൂപ്പിന്റെ നിലപാട്. കൃത്യസമയത്ത് നിർമ്മാണം പൂർത്തിയാക്കി തുറമുഖം കമ്മീഷൻ ചെയ്യാൻ ഇത് അനിവാര്യമാണ്. തുറമുഖത്ത് കൂടുതൽ യന്ത്ര സംവിധാനങ്ങളും ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളും ഇനി ഒരുക്കണം. നിർമ്മാണ പ്രവർത്തനം ഇനിയും ധാരാളമുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം കിട്ടിയേ മതിയാകൂ എന്നാണ് അദാനി ഗ്രൂപ്പിന്റെ നിലപാട്. 2 ഘട്ടമായി 700 കോടി രൂപ മാത്രമാണ് സർക്കാർ അദാനി ഗ്രൂപ്പിന് നൽകിയത്. തുറമുഖത്തിന്റെ അനുബന്ധ വികസനത്തിന് സ്ഥലമേറ്റെടുക്കുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കുമായി സർക്കാർ 350 കോടിയോളം വേറെ കണ്ടെത്തണം. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി 2024 വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന് വിലങ്ങുതടിയാവുകയാണ്. വായ്പയെടുത്ത് തുറമുഖ നിർമ്മാണത്തിന് തുക കണ്ടെത്താനായിരുന്നു സർക്കാരിന്റെ പദ്ധതി. ഹഡ്കോയിൽ നിന്ന് 3600 കോടി രൂപ വായ്പയെടുക്കാനുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലായിരുന്നു. വായ്പ തിരിച്ചടവിനുള്ള തുക ഓരോ വർഷവും സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ഹെഡ്കോ ആവശ്യപ്പെട്ടു. തിരിച്ചടവ് തുക ബജറ്റിൽ ഉൾപ്പെടുത്താൻ കേരളം തയ്യാറായതുമില്ല. ഇതോടെ ആ വഴിയും അടഞ്ഞ അവസ്ഥയിലാണ്. കേന്ദ്ര സർക്കാരിന്റെ കാപെക്സ് വായ്പ പദ്ധതി വഴി വിഴിഞ്ഞം തുറമുഖത്തിനായി പണം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും കേന്ദ്രം ഇതുവരെ വായ്പ അനുവദിച്ചില്ല. 2024-25 വിഴിഞ്ഞം പദ്ധതി കമ്മീഷൻ ചെയ്യുമെങ്കിലും 15 വർഷത്തിന് ശേഷം മാത്രമേ സർക്കാരിന് ലാഭവിഹിതം കിട്ടൂ. ആകെ വരുമാനത്തിന്റെ 1% ലാഭവിഹിതം. അപ്പോൾ മാത്രം തിരിച്ചടവ് ആരംഭിക്കാമെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. ഇത് ഹെഡ്കോ അംഗീകരിച്ചില്ല. പുലിപുട്ടിന്റെ ആകെ നീളമായ 3100 മീറ്റർ പണി പൂർത്തിയാകുമ്പോൾ 1450 കോടി രൂപ അദാനി ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന് നൽകണമെന്നാണ് കരാറിലെ ധാരണ. ഘട്ടം ഘട്ടമായി നൽകിയാൽ മതിയെങ്കിലും പുലിമുട്ട് നിർമ്മാണം 2000 മീറ്റർ പിന്നിട്ടിട്ടും കേന്ദ്രവും സംസ്ഥാനവും 1 രൂപ പോലും നൽകിയിട്ടില്ല. കേന്ദ്ര വിഹിതമായ 817 കോടി രൂപയും സംസ്ഥാന വിഹിതവും ഉടൻ വാങ്ങി നൽകാമെന്ന് അന്നത്തെ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ 2022 ഡിസംബറിൽ അദാനി സീപോർട്ട് CEO ഉറപ്പ് നൽകിയതായിരുന്നു. പക്ഷേ ഈ ഉറപ്പ് പിന്നീട് പാലിക്കപ്പെട്ടിട്ടുമില്ല. ഇതോടെ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ പ്രതിസന്ധി രൂക്ഷമായി.